ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോ ആണ്. നത്തിങ് ഫോൺ 1ഉം iQOO Neo 6 5G എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ തമ്മിലുള്ള. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സ്പെക് വൈസ് കമ്പാരിസൺ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് നത്തിങ് ഫോൺ 1ൻ്റെ ഡിസൈനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 1ന് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. iQOOലേക്ക് വരുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് ബോഡിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നത്തിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബാക്ക് ഗ്ലാസ് ബിൽഡാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അലുമിനിയം ഫ്രെയിമൊക്കെ ഭയങ്കര ലുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നത്തിങ് ഫോൺ 1നാണ് ഡിസൈൻ വൈസ് ഞാൻ കുറച്ചും കൂടെ ഒരു പോയിൻ്റ് അധികം കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിലൊരു ഗ്ലിഫ് ഇൻ്റർഫേസ് ഉണ്ട്. ഗ്ലിഫ് ഇൻ്റർഫേസ് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്. ഈ ഗ്ലിഫ് ഇൻ്റർഫേസ് കസ്റ്റമൈസബിൾ ആണ്. അതുപോലെ നിങ്ങൾ ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു കേസ് മേടിച്ചിട്ട് അതിന് ഗ്ലിഫ് ഇൻ്റർഫേസ് കാണാൻ പോലും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടെ സ്കോറിങ്ങിൽ ഡിസൈനിൽ നമ്മൾ സ്കോർ ചെയ്തിരിക്കുന്നത് നത്തിങ് ഫോൺ 1 ആണ്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് iQOOയിൽ 6.62 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്, മറ്റടുത്ത് 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഏകദേശം സെയിം തന്നെയാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ആണ്. iQOOയിൽ അമോലെഡ് ആണെന്നുണ്ടെങ്കിൽ നത്തിങ്ങിൽ ഓൾറെഡി ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 nits ആണ് iQOOയിലെ പീക്ക് ബ്രൈറ്റ്നസ് എങ്കിൽ നത്തിങ്ങിൽ 1200 nits ആണ്. അതേപോലെ രണ്ടിൽ HDR10+ സപ്പോർട്ട് ഉണ്ട്. ഏകദേശം ഒരേപോലെ തന്നെയാണ് ഡിസ്പ്ലേയുടെ കേസൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സ്മാർട്ട് ഫോൺസിനും ഡിസ്പ്ലേയുടെ കേസിൽ ഒരേ പോയിൻറ്റ്സ് ആണ് വരുന്നത്. ഈ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറ നമുക്ക് iQOOയിൽ 64+8+2 ആണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. നത്തിങ്ങിലേക്ക് വരുന്ന സമയത്ത് 50+50 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈക്വൽ പോയിൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെർഫോമൻസ് വരുന്ന സമയത്ത് ഏകദേശം ക്യാമറ പെർഫോമൻസ് സിമിലർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 16 മെഗാപിക്സലാണ് രണ്ട് സ്മാർട്ട് ഫോൺസിലും. ഇവിടെയും സിമിലർ പെർഫോമൻസ് ആയിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. പക്ഷേ നിങ്ങൾ ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടാണ് സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാമറ റിവ്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നത്തിങ് ഫോണിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് കൃത്യമായിട്ട് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ഇനി പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് iQOOയിൽ സ്നാപ്ഡ്രാഗൺ 870 ആണ് വരുന്നത്. നത്തിങ് ഫോണിലാണ് 778G+ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പെർഫോമൻസിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് iQOO Neo 6 ആണ്. ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് iQOOയിൽ 4700 mAh ബാറ്ററി ഉണ്ട്. അവിടെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടഡ് ആണ്. ആൻഡ് നത്തിങ്ങിലേക്ക് വരുന്ന സമയത്ത് 4500 mAh ബാറ്ററി വിത്ത് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഡോമിനേഷൻ കാണാൻ പറ്റുന്നത് iQOO Neo 6ൻ്റെ ആണ്. ഇനി പ്രൈസിങ്ങിലേക്ക് വരുന്ന സമയത്ത് iQOO Neo 6ന് 29,999ഉം നത്തിങ് ഫോൺ 1ന് 31,999 ആണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിങ്. അപ്പോൾ അവിടെയും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് Neo 6 ആണ്. ഇനി കുറച്ച് കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മിനിമം 8GB + 128GB വേരിയൻസ് ആണ് വരുന്നത്. അതേപോലെ LPDDR5 ആണ്, UFS 3.1 ആണ്. ഇത് രണ്ടിനും എക്സ്പാൻഡബിൾ മെമ്മറി ഇല്ല. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. ആൻഡ് കുറച്ചധികം എല്ലാം കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഓൾമോസ്റ്റ് പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സും സെൻസേഴ്സും എല്ലാം രണ്ട് സ്മാർട്ട് ഫോൺസിലുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയും കാര്യങ്ങൾ മാത്രം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.